ഹലോ എവരിവൺ, എല്ലാവർക്കും ആദ്യമേ തന്നെ ന്യൂ ഇയർ വിഷസ് അറിയിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മെറ്റലിനെ കുറിച്ചും അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയെക്കുറിച്ചുമാണ്. കോപ്പർ. നമുക്കറിയാം, കുറച്ച് മാസങ്ങളായി എല്ലാവരും ഗോൾഡിനെയും സിൽവറിനെയും കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിലും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു സെക്ടറാണ് മെറ്റൽ സെക്ടർ. ലാസ്റ്റ് ഇയറിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ ഒക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. സിൽവറിൻ്റെ പ്രൈസ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നതും പിന്നീട് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതും ഒക്കെ റീസെൻറ്റ് ഡേയ്സിൽ നമ്മൾ കണ്ടു. സിൽവറിന് ശേഷം മാർക്കറ്റിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു മെറ്റലാണ് കോപ്പർ. കോപ്പർ ഈസ് ദ നെക്സ്റ്റ് സിൽവർ എന്നാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അറിയപ്പെടുന്നത് പോലും. കോപ്പറിനെ പറ്റി പറയുമ്പോൾ എനർജി ട്രാൻസിഷൻ, സോളാർ പ്രോജക്ട്സ്, അതുപോലെ വിൻഡ് മിൽസ്, EV വെഹിക്കിൾസ്, AI പവേർഡ് ഡേറ്റാ സെൻറ്റേഴ്സ്, പവർ ഗ്രിഡ് അപ്ഗ്രഡേഷൻ, ഇവിടെയെല്ലാം വളരെയധികം യൂസ് ചെയ്യുന്ന മെറ്റലാണ് കോപ്പർ എന്ന് പറയുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പ്രകാരം 2035 ആകുമ്പോഴേക്കും കോപ്പറിൻ്റെ ഡിമാൻഡിൽ 30% വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലീൻ എനർജി, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ രണ്ടിൻ്റെ ബാക്ക് ബോൺ ആണ് ഈ മെറ്റൽ എന്ന് പറയാം. എന്നാൽ ഈ കോപ്പറിൻ്റെ ഡിമാൻഡ് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും സപ്ലൈ അതനുസരിച്ച് കൂടുന്നില്ല എന്നതാണ് ഇതിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രദ്ധ പിടിച്ചു പറ്റാൻ കാരണമാക്കുന്നത്. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിലും ഇലക്ട്രിഫിക്കേഷൻ, ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ്, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ്, ഇതിനൊക്കെ കോപ്പർ ഒരു ഇമ്പോർട്ടൻറ്റ് റോ മെറ്റീരിയലാണ്. ഫോർ എക്സാമ്പിൾ, EV വെഹിക്കിൾസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു നോർമൽ പെട്രോൾ വെഹിക്കിളിന് വേണ്ടി വരുന്ന കോപ്പറിൻ്റെ 4 ഇരട്ടിയാണ് ഒരു EV വെഹിക്കിളിന് വേണ്ടി വരുന്നത്. 2027 ആകുമ്പോഴേക്കും EVs മാത്രം 3.7 മില്യൺ ടണ്ണിൻ്റെ എക്സ്ട്രാ കോപ്പർ ഡിമാൻഡാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കോപ്പറിൻ്റെ മൈനിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസിലൊരു ഹൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ, അതുപോലെ ഹിൻഡാൽകോ, വേദാന്ത, അദാനി, ഇതൊക്കെ ഈ ഒരു കോപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസാണ്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ഇന്ത്യയിലെ തന്നെ വൺ ആൻഡ് ഓൺലി കോപ്പർ മൈനിങ് കമ്പനിയാണിത്. പക്ഷേ മൈനിങ് മാത്രമല്ല, പ്രൊഡക്ഷൻ രണ്ടും ചെയ്യുന്നുണ്ട് അവർ. ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ലാസ്റ്റ് 5 ഇയേഴ്സ് റിട്ടേൺ എന്ന് പറയുന്നത് മോർ ദാൻ 600% ആണ്. ഇന്ത്യയിലെ മൊത്തം കോപ്പർ റിസോഴ്സസിൻ്റെ 5/2 ഭാഗവും ഇവരുടെ കയ്യിലാണുള്ളത്. ഇവരുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയൊരു എക്സ്പാൻഷൻ പ്ലാൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. 2030 മൈനിങ് കപ്പാസിറ്റി 4.3 മെട്രിക് ടണ്ണിൽ നിന്ന് 12 മെട്രിക് ടണ്ണായി ഇൻക്രീസ് ചെയ്യാനാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. മലഞ്ചിക്കൺ, K3, ജാർഖണ്ഡ്, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇവർക്ക് മൈൻസ് ഉള്ളത്. ഇനി ഇവരുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ ഇവരുടെ റവന്യൂവിൽ 21% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും അറൌണ്ട് 60% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. സോ കോപ്പറിൻ്റെ വില ഇൻക്രീസ് ആവുകയാണെങ്കിൽ അതിന് ബെനിഫിറ്റ് കിട്ടാൻ നല്ല സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ. അതിൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 535 ആണ്. സോ ഈ ഒരു കമ്പനീനെ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല. നല്ല വാല്യുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കമ്പനീനെയും കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്